Hello. Sorry. Good afternoon, sir. Yes, Good yes, afternoon, good sir. afternoon. Good afternoon, sir. Yes, Good afternoon, sir. Afternoon, sir. Good yes, afternoon, okay, good afternoon. Denisa, Dasni, afternoon, sir. Anita, Sarayu, Nandini, okay, good afternoon. Sittu, Prasida, thanks. 8937 വരും അതിന് മാത്രം ബാക്കിയൊന്നുമില്ല. ഫർസാനെ മ്യൂട്ട് ഇത്ര ചെയ്യും. കേൾക്കുന്നു. Persona വേറെ ഡ്യൂട്ടിയിലാണല്ലേ? Yes. Okay, Reshma, good afternoon. Yes, Harida, good afternoon. Good afternoon, sir. Yes, good afternoon. Yes. നെറ്റ് വരെയുള്ള. Yes. Let us start. Arabiya. Yes, sir. Okay, very good, very good. With your permission, I am going to start. Okay, very good, very good. നല്ല ഉന്മേഷത്തിലും അറിവിലുമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓക്കെ, താങ്ക്സ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു നമ്മളിതൊരു PR പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്താമെന്ന് വിചാരിച്ചു. യെസ്, ഓക്കെ. ഒരു ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഓക്കെ ശരണ്യ, വെരി ഗുഡ്, കറക്റ്റ് ആയിരുന്നു. നമ്മളപ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി നമുക്ക് അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എന്ത് വേണം? 5 പേരെ സെലക്ട് ചെയ്യണം. അപ്പോ 5 പേരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള എന്നോട് പറഞ്ഞാൽ മതി സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ മാർക്ക് തരണം. അതിൽ നമുക്ക് 5 പേരെ സെലക്ട് ചെയ്യണം. അപ്പൊ ഒരാള് താൻസിയാണ്, ഒബ്സർവ് ചെയ്യേണ്ട ആള്. ആരെ? യെസ്, ആരെല്ലാമാണ് താൻസി സെലക്ട് ചെയ്തേക്കുന്നത് നമ്മൾ താൻസിക്ക് പറയാം. നമുക്ക് ഇല്ലാത്ത 5 പേരെ നമുക്ക് ജോലിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നു, 5 പേര്. അപ്പൊ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയ ഒരാളാണ് നമുക്ക് തോന്നിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ 5 പേരുടെ പേര് എത്തുന്നത്, ആ 5 പേര് സെലക്ട് ചെയ്യും. അപ്പൊ അത് ഒരാളെ ഞാൻ താൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ ശരണ്യോട്, ശരണ്യ ഒരാളെ ശരണ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ശരണ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും സോമനസ വരാമെന്നുണ്ടെങ്കിൽ വരണ്ട, ഞാനൊക്കെ ഒരാളായിരുന്നു പറയുന്നത്. ഈ ഒബ്സർവേഷൻ നിങ്ങൾ പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല. നമുക്ക് 5 പേരാണ് ജോലിക്ക് വേണ്ടത്. അപ്പൊ ഒരാളെ കൂടെ ഞാൻ കൊടുക്കേണ്ടത് ഹരിത, 5 പേര്. ഓക്കെ, അപ്പൊ ഹരിതയും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകളെ വിലയിരുത്തണം മനസ്സിൽ. എന്നിട്ട് അതിന് 5 പേര് സെലക്ട് ചെയ്യണം. നമ്മുടെ കമ്പനി, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് 5 പേര്. ആരൊക്കെ 5 പേര് വരും നമുക്ക് നോക്കാം. അപ്പൊ താൻസിയുണ്ട്, ഹരിതയുണ്ട്, ശരണ്യുണ്ട്. 3 പേരാണ് ഈ ഇന്റർവ്യൂ ബോർഡിലെ, ഈ പാനലിലെ മറ്റംഗങ്ങൾ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ അവർ ഹോസ്പിറ്റൽ ഈസ് ഇൻ നീഡ് ഓഫ് എ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. Our hospital is in need of public relation officers. So here are 5 vacancies. നമുക്ക് ഇവിടെ ഒരു 5 വേക്കൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 5 വേക്കൻസിയിലേക്ക് ഇപ്പൊ നിലവില് 30 കാൻഡിഡേറ്റ് റെഡിയാണ്. സോ വി ആർ ഗോയിങ് ടു സെലക്ട് 5 കാൻഡിഡേറ്റ്സ് ഔട്ട് ഓഫ് ദിസ് 30 കാൻഡിഡേറ്റ്. 29. യെസ്. അപ്പോ നമ്മൾ ആഡിക്വേറ്റ് ആയ സാലറി കൊടുക്കും, ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് കൊടുക്കും, ഒരു വാഹനം കൊടുക്കും, വിത്ത് 1 ഡ്രൈവർ ആൻഡ് വിത്ത് 1 സർവന്റ്. ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്ന ഹോസ്പിറ്റൽ വിചാരിച്ചു. യെസ്, അവിടെയാണ് നിങ്ങൾ യുവർ പെർഫോമൻസ്. ഓക്കെ, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ആരാണ് ആദ്യം വരുന്നത്? ഫോർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആരാണ് ആദ്യം? ആർക്കും ജോലി വേണ്ടേ? എന്താണ് ഹരിത, ആർക്കും ജോലി വേണ്ടേ? യെസ്, നാൻസി, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ഓക്കെ,
ഞാൻ ആരും പേര് പറയേണ്ടതാണ്. നിങ്ങളൊരു സ്വമേധയാ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. യെസ്, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? Good afternoon, sir. യെസ്, കല്യാണിയാണ് ആ ധൈര്യം കാണിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ കല്യാണിയുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. കല്യാണി, യു ആർ ഫ്രം? Yes, I am from Eramelur, Cherthala. ചേർത്തല. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Presently, what you are doing, Kalyani? Nothing. Housewife. Nothing. You are a housewife. Okay. Very good. Okay. How many children you have? 2 children. 2 children. Very good. Now, I think that you know the terms and conditions of the hospital. You will have learned it about from this profile. So, Kalyani, you please give an introduction about yourself. Yes. Good afternoon, sir. First of all, Yes. thank you for giving me this opportunity to introduce myself. My name is Kalyani. I am from Eramelur. I have completed my bachelor degree from Kerala University, and also I completed diploma in computer application in first class with distinction and Tally, DTP, etc. My strengths are in I am self-motivated person, and I am a strong communication skill also. My short-term goal is to get a job in a reputed company or hospital. My long-term goal is to achieve a good position. My hobbies are listening music. I am quick learner and believe in learning from my past mistakes and experience. Thank you. Yes, Kalyani. So we have to hear all about you. So I will inform you later. Okay. Okay, thank you, sir. Okay. Yes, very good. Then Kalyani is completed. Then who is coming next? Hi, sir. I Good afternoon. Okay, Prasida. I will come to you. കല്യാണിക്ക് സ്പെഷ്യൽ ആയ ഒരു കൺഗ്രാജുലേഷൻ. കാരണം ആദ്യം വരാനൊരു മനസ്സ് കാണിച്ചത്. യെസ്, ഓക്കെ. നിങ്ങളെല്ലാവരും ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കണോട്ടോ. പറഞ്ഞില്ലെങ്കിലും പറയാൻ പറ്റാതെ കേട്ട്, കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി വരും. 100% ഉറപ്പാണ് അത് വേണ്ടി വരും. യെസ്, എവിടെയെങ്കിലും ഒരു ജോലിക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പറയുന്ന ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഒന്നുമില്ലെങ്കിലും ഭാവിയിലെ ഒരുപക്ഷെ കല്യാണി പറയുന്നത് കുറച്ചെടുക്കാം, പ്രസീദിന് പറയാൻ പോകുന്നത് കുറച്ചെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു സംഗതി റെഡിയാക്കാം. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും യു ഒബ്സർവ് ഇറ്റ്. പ്രസീദ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രസീദ, പറഞ്ഞോളൂ. Thank you, sir. Good afternoon, sir. First of all, thank you for giving me this opportunity, and it's my pleasure to introduce myself. My name is Prasida. I am from Kottayam. I am married. I have 2 children. I graduated BCom, completed in diploma in computer application and Tally, and now I am completed diploma in hospital administration. I have 2 year coming to my experience. I have 2 year experience in caretaker in Qatar. Presently working in Bahrain. I always keep the mentality on a school, social workers and helping other people. My hobbies are singing, listening song and reels. My strength or I am self-motivated, hardworking and always a positive thinker. So this is all about me. Thank you, sir. Yes, very good, Prasida. So I will inform you later about the appointment. So wait outside. Okay. Thank you, sir. Yes. Okay. Prasida is also completed the self-introduction. Yes. വരുന്നത് ഒന്നിനൊന്നിനും ബെറ്റർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഓക്കെ അല്ലേ? ഹരിത, നാൻസി ആൻഡ് ശരണ്യ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അവർക്കാണ് ഇപ്പൊ കൺഫ്യൂഷൻ. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, ഓക്കെ. Who is coming next? Nandini. Hi, sir. Yes. Good afternoon. Okay. Where are you from? I'm from Kottayam, sir. Kottayam Kumarakom. Kottayam. Okay.
You continue. Yes, please give an introduction about yourself, Nandini. Yes, sir. Myself, Nandini Krubasharan. I'm from Kottayam. Basically, I'm a Tamilian, but got married to a Malayali, and I learned Malayalam from this area only. And I had completed my BBA, and now I was working as a GRE, that is guest relation executive in 10 hotels. I'm born and brought up in Munnar, so I have a background of this hotel fields, and these experiences are there. Now right now I'm not working. I have two children. My elder is in third standard, and my younger is just 2.5 years old. Currently, I'm a housewife. Bravely saying, I'm a homemaker because I handle many tasks. The next thing is about me is to say that what else, sir? I should say. Yes. Sorry, I got stuck. Yeah, you could say something about yourself. Yeah, my hobbies are many are there, sir. First of all, I Yes. learned these multiple tasking when in my kitchen. Yes. As well as I do my hobbies like dancing, singing, and reading books. I'm brave to say, as well as I'm proud to say that my kitchen had made me to meet you people now. Yes. So I was, what to say? I'm lacking in my languages because it's hardly 12 years ago. I just stopped this learning and these things. So I think that's why it's lacking me to speak frankly and to be openly also. I was more stronger than this, but right now I'm little bit putting Yes. me down in everything, making me behind. So you people should make me to come out, sir, of these problems and all. Yes. This is actually for a mental relief. First of all, I'm frankly speaking, I was depressed first thing because I had lost everything. I lost everything and now I'm overcoming everything. So thank you for giving me this great opportunity to just speak after a long, long time. I'm speaking in English after a long, long time. Yes. So yeah, my basically my communicative skill as well as my reading skill, my writing, these were all in excellent category only, sir. But right now I'm Yes. getting this much of stuck. So nothing else. I am a person who always blabber like this, blah 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 blah. But Yes. but now I'm getting stuck because of my this communication has been stopped for more time. Yes. So that's all about me, sir. Nothing else. Very good, very good. Nandini, very good, very good, very good. Thank you, sir. Okay. Very good, very good, very good. Yes. ഇനി ഹരിതയ്ക്കും തസ്നിക്കും ശരണിക്കും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ, സിമ്പിളായ നിങ്ങൾ ഇന്റർവ്യൂ പോലെ ഇരിപ്പുണ്ട്, 3 പേര് ഇരിപ്പുണ്ട്. യെസ്, ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, ഓക്കെ. അപ്പോ കല്യാണിയുണ്ട്, പ്രസീതയുണ്ട്, നന്ദിനിയുണ്ട്. യെസ്, ദേ കമ്മ്യൂണിക്കേറ്റഡ് വെരി വെൽ. അപ്പോ നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഹരിതയും തസ്നിയൊക്കെ ഓരോരുത്തർ ഹൗ ഇറ്റ് വാസ്, എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓ സോ ഓരോ കണ്ടസ്റ്റൻസും വളരെ സ്മാർട്ടാണ്, ഡിഫിക്കൽട്ട് അല്ലേ? യെസ്, ഓക്കെ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. വെരി വെരി. യെസ്, ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? Sir. യെസ്, ആൻഷി അല്ലേ? Yes, sir. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഷി വെരി ഗുഡ് നെയിം ആണുള്ളത്. ഇത് തന്നെയാണ് ശരിയുടെ പേര്? No, sir. This is my nickname. It is your nickname. Yes. ഞാനിപ്പോയോ ആൻഷി എന്നാണെങ്കിൽ ഇത് ഇട്ട ഈ പേരിട്ട ആൻഷിയുടെ പിതാവിനോ മാതാവിനോട് കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. വെറൈറ്റി പേരായിരുന്നു. No, sir. Okay. Very good. Okay, Anshi, you can. Okay, sir. Good afternoon, sir. Firstly, I would like to Yes. thank you for giving me this opportunity, and it's my pleasure to introduce myself. My name is Sheena N. Rajan. I'm basically from Kollam. Let me tell you about my education qualification. I completed my diploma course in computer teachers training course from Rural Development, Kerala. After that, I completed my pre-primary teachers training course from Mattoma Nursery Teachers Training Institute, Kerala. Now I am completed my diploma course in
hospital administration. Coming to my work experience, I have 11 teaching experience in various schools in India. 2 years experience in Sharda Devi Vidyashala, Bangalore, and 9 years experience in Tirumala Vilasam UP School, Kerala. I always want to be a teacher and impact knowledge and guidance to my students. My hobbies are writing. My thoughts are listening my music, reels creator. My strengths, or I am self-motivated, hardworking, and always a positive thinker. So this is all about me, sir. Thank you. Very good, very good, very good. And she, you have well prepared. Very good, very good, very good. Thank you, Yes. sir. Very good, very good. You are well prepared. Yes, very good, very good. Yes. Who is next? Good afternoon, sir. Anshiki will join again. Anshinodu. Yeah, Anshi. Ah, yes. You can ask. Okay. I'll just read it. Anshi, Yes. what are your strength and weakness? Hello? See your strength and your weakness according to you. Yes. Strength and Okay. weakness. My personal quality like problem solving, communication and teamwork. Okay. While weakness and are areas of improvement and tendency to overcome, commit or difficulty with the public speaking. Okay. The next question I will ask you, Anshi. Yes. How would you handle a difficult patient? Now, how would you handle a difficult patient? Okay. To handle Say patient in complaint first. Okay. Say in your word. Okay, that's a very good question. Okay. How can you handle a difficult Okay. person if you see? Okay. Listen, attractively and very validate their feelings with empathy and sincere apology their experience. Next, gather and necessary facts. Listen and empathize. Then investigate and communicate. This Okay, all okay. solve first. First, I'm Okay, listening the. Okay, It's okay. Anshi, very good, very good, very good, very good. Your performance answer is spontaneous. Any more Okay. questions from Hariada and Sharanya? Just like Nancy, you can ask for some questions. ആ പറയുന്നതിൽ നിന്ന് നമ്മൾ ചോദ്യത്തിലേക്കുള്ള സാധനം കണ്ടെത്തി വെക്കുക. അത് വേണം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കാൻ. ചെറുതായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആളാണ്, ഇന്റർവ്യൂ ഡയറക്ടർ പോലും മെമ്പേഴ്സ് ആണ്. You can ask. കൂടുതൽ പ്രസന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു കാൻഡിഡേറ്റിനെ ബുദ്ധിമുട്ടിക്കാന്നുള്ളതല്ല, കാൻഡിഡേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യം. Yes. അപ്പോ ആൻഷി, I appreciate you. Very good, very good. So, please wait. You next candidate. Good afternoon, sir. Yes, about now coming Tansila. Tansila. Okay. Tansila, you are from? I am from Trivandrum. Yes, very good, very good, very good. Yes, okay. Continue, Tansila. What, sir? Yes, continue. Give an introduction about First of all, thank you for giving me this opportunity to introduce myself. My name is Tansila. I am 23 years old. I am from Trivandrum. I have completed my degree in BA Journalism and Mass Communication, 2022 batch in AJ College. In my strength, self-motivator, I am hardworking and I have strong communication skill. In my hobbies and interest, listening music, playing games, dancing. Okay, that's all about me. Thank you, sir. Very good. Yes. Okay. Tansila, any questions from? Questions? Tansila? Uh, Yes.
Why do you want to work in a hospital? Because you have journalist now studied in journalism, so that's why asking this question. Why do you want to work in a hospital? Yes, very good question. Yes. Just for one. എനിക്ക് പറയട്ടെ Yes, continue. Thanks, continue. എനിക്ക് ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ ഞാനിപ്പോ എടുത്തിട്ടുള്ള ജേർണലിസം ആണ്, ബട്ട് എനിക്ക് ഒരു ഹെൽത്ത് കെയറിലേക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വരാനായിട്ട് കൂടുതൽ കാരണം എന്നുള്ളത്. Yes, very good, very good, very good. Logical areas. Yes, very good, very good. Then, ഹരിതക്ക് ചോദ്യമില്ലേ? ശരണ്യക്ക് ചോദ്യമില്ലേ? ഹലോ, Yes, ഹായ്. അത് നല്ലൊരു ചോദ്യമാണ് ചോദ്യം. കാരണം ജേർണലിസം പഠിച്ചാന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PR ജോലിക്ക് വന്നതെന്നൊരു ചോദ്യം ചോദിക്കാം. ലോജിക്കായ മറുപടി ജാൻസില പറഞ്ഞു. ഓക്കെ. Nice answer. Continue that question, Tansila. Yes. ശരണ്യ ഇപ്പൊ പിടിച്ചേക്കുന്ന പോലെ ഒന്ന് മാറ്റി പിടിച്ച് ഭയങ്കര പകർച്ച ആ മോഡ് ഒന്ന് മാറ്റി പിടി. Hi, sir. Yes, continue. Tansila. Can I ask you? ശബ്ദമില്ല അവർക്ക്. ശരണ്യ ശബ്ദം ഒട്ടുമില്ല. Hello. Continue. Yes, Shania. Tansila, can I ask you? Yes. You tell you like to work in healthcare sector. So I ask you, if I am selected you, how you contribute your innovations in my organization? How you perform? If I want to select you, just imagine that. How you perform and what you contribute that. Once more, your voice is breaking up. ജാൻസി ശരണ്യ ലെജിബിൾ ആവുന്നത്. ജാൻസിക്ക് ഇവിടെ ഇല്ലയോ ശരണ്യയുടെ ചോദ്യം? ഇല്ല സർ, ബ്രേക്ക് ആയി. വോയിസ് ബ്രേക്ക് ആയി പോയി. വോയിസ് ബ്രേക്ക് ആവുന്നു. യെസ്. ഹരിതക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിക്കാം സാർ. തൻഷില, how do you handle different patient? I stay calm and listen carefully and solve the problem fairly. Okay. Yes. Do you like music? Do you like music? Do you like music എന്നാണോ ചോദിച്ചത്? അതെ, do you like music? തൻസിലേക്ക് മ്യൂസിക് ഇഷ്ടമാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്. ഇല്ല, എനിക്ക് ക്വസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോയതാണ്, ഞാൻ ഒന്നുകൂടെ ചോദിച്ചത്. Okay. ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക്, ഡാൻസിങ്. What are your hobbies? എന്തൊക്കെയാണ് hobbies? My hobbies, I am listening music, playing games and dancing. Okay, thank you. Okay. Okay, thank you, sir. Okay, welcome. Okay. ശരണ്യ റേഞ്ച് ഒന്ന് റെഡിയാക്കും, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കാൻഡിഡേറ്റ് വിളിക്കാം. യെസ്, അടുത്ത ആരാണ്? Who is coming next? Yes. ഞാനില്ലേ? ധൈര്യമായിട്ട് പറയൂ. യെസ്, കല്യാണി വന്നു, പ്രസീത വന്നു, നന്ദിനി വന്നു, ആൻഷി വന്നു, താൻസി വന്നു, താൻസീല വന്നു. Then Good afternoon, sir. Okay. Shilpina. Shwetalakshmi. Yes, okay. Shwetalakshmi. Good afternoon, yes, okay. sir. I'm Shwetalakshmi. I'm coming from Vadagara,
within Kozhikode district. I am completed my graduation, and I have 3-year experience in Ayurveda nurse, which Shantigiri Ayurveda Siddha Hospital, Tiruchirappalli. So I mingled with many patients who suffer many illness and pain. And I also completed my hospital administration. And my goal is financial independent by many skills. I'm so interested to join the public relation management because I am so interested with the mingle the patients and solve their problems and doubts. And if you give me opportunity, I join the organization. It is my passion and help my career growth. I can learn a lot of from here. My skills is problem solving and communication skills, etc. If you give me the job, I very much confident my skill will be valuable asset to your organization, and I open to discuss a mutually beneficial salary range. That's all, sir. Yes. Okay. Shivlakshmi, very good. മറ്റുള്ളവരുടെ വ്യത്യസ്തമായ പോയിന്റുകളൊക്കെ ശിവലക്ഷ്മി. Can I ask a question? Thank you, sir. Okay. Ask a question. പറഞ്ഞ ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത് chance. Okay, one question from my side. Shivlakshmi, what is your expected salary for this post? How much you expect? No, sir. How much? That's your. I'm very much confident my skills. So you discuss a mutually beneficial salary range. That's At your expectation. We have decided to give you the salary, but then we just want to know your expectation. What is your expectation? Above 25,000. Above 25,000. Above 25,000. Okay. Yeah. Shivlakshmi. Okay. Nancy, you ask your question. Okay, you telling you are in nurse, okay? I'm right? Okay. Yes. Okay, tell me about a time when you had a prioritized patient care. Tell me about a time when you had to prioritize patient care. Madam, I handled many patients with a severe pain in Ayurveda, not English, and I am interact many patients with closely, friendly, and Okay. And discuss their pain conditions very friendly, and give treatments very finely. Okay, thank you, Shweta. Thank you. Thank you. Okay. Then, any more question? ആ കാൻഡിഡേറ്റ് പറയുന്നതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, തസ്നി, വെരി ഗുഡ്. യെസ്, ഹു ഈസ് നെക്സ്റ്റ് കാൻഡിഡേറ്റ്? ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ നേരത്തെ വിളിച്ചത് അജന്യ. യെസ്, നിങ്ങളുടെ ഉള്ളിൻ്റെ അജന്യ. യെസ്, വരൂ. യെസ്, ട്രീറ്റ്മെന്റ് റെസ്റ്റ് അതുകൊണ്ടാണ് യെസ്. ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് റെസ്റ്റ് ചെയ്യണം, അതിനൊന്നും പറയാത്ത കേൾക്കുന്നുണ്ട്. Yes.
Yes. ഹലോ, Yes. എന്തോ മനസ്സിലായില്ല സർ, പ്ലീസ്. എനിക്കെന്തും പിടിയിട്ടില്ല. എന്താണ് തൻസീൽ പറഞ്ഞത്? Sir, I am not telling anything, sir. അജന്യ അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഒരു തിരക്കിലാണ്, അതുകൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ. Yes. I think. ഹലോ, Are you ready now? ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന്റെ ഒരു റെസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു സർ, അതുകൊണ്ട് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. Okay. You just hear the class. No problem. Yes. Okay. Yes. Okay. And then who is next? Then who is coming? Yes. ഹരിതക്ക് പങ്കെടുക്കണമെന്നുണ്ടോ ഇന്റർവ്യൂവില്? Yes. ശരണ്യക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നുണ്ടോ? Yes. Yes. Okay. Merlin, you come please. Good afternoon, sir. First of all, thank you for this opportunity to speak, introduce myself. I am coming from Kannur. I completed bachelor degree in Don Bosco Arts and Science College, Angadikadavu. My college is NAC accredited college. After I complete study, I am joined diploma course. Then I am working 2 companies. Presently, I'm not working. My hobbies are singing songs and listening music. I like music. I like devotional songs. I'm a fresher in the field. My family is a small family. It's a farming family. My family members are 3. My ambition is get a good job in medical field. So I'm very happy to have this job opportunity. That's all, sir. Very good, Merlin. Very good. Then. Thank you, sir. Okay, very good. Any questions? Merlin, do you sing a song? Do you sing a song? Yes. ഒന്ന് പാടാവോ? What kind of song I sing? Do you like a devotional songs? Yes, Christian songs. Devotional songs പാടിയാ മതി. Yes. Okay. Marian song I sing. എന്നമ്മയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളിലായി. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലായി. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. Okay, super. Very good. Thank you, sir. Okay, thank you, sir. Okay. അപ്പൊ നമ്മള് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സെന്റൻസ് കൂടി ചോദിച്ചേക്കണം. ഇങ്ങനെ ചോദിക്കുന്നത്, Merlin, you told that you like the devotional song. So why do you like devotional song? ആ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് devotional ഇഷ്ടപ്പെടാൻ കാരണം? ആ ഒരു ചോദ്യം കേട്ട്, so can you sing a devotional song? ഉണ്ടോ? ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ചോദിച്ചേക്കണം കേട്ടോ. വെരി ഗുഡ്. യെസ്. അപ്പൊ ആ ചോദ്യത്തിന് കുറച്ചുകൂടി സ്റ്റൈലായിട്ട് ചോദിക്കാൻ പറ്റും. യെസ്. ഓക്കെ. നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം നേരിട്ട് പറയുന്നത്, ഒന്ന്
ഒരു ഫ്രെയിം വർക്ക് ഇട്ടിട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എല്ലാം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. കാരണം മെറിലും പറഞ്ഞു ഞാൻ ഡിവോഷൻ സോങ് ഇഷ്ടമാണെന്ന് പറഞ്ഞു നേരത്തെ. അപ്പൊ അത് നമ്മൾ ആദ്യം പറയണം. യു ടോൾഡ് ദാറ്റ് യു ലൈക്ക് ഡിവോഷൻ സോങ്. സോ വൈ ഡു യു ലൈക്ക് ഡിവോഷൻ സോങ് മോസ്റ്റ്? ചോദ്യം ചെയ്യും എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടാൻ കാരണം. അപ്പൊ അതിനുള്ള കാര്യം പറയും. അതിനൊക്കെ ചോദിക്കും, ക്യാൻ യു സിംഗ് എ ഡിവോഷൻ സോങ് ഓർ യുവർ ഫേവറേറ്റ് ഡിവോഷൻ സോങ്? ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇത് നമ്മളൊരു ഇന്റലിജൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടാണ് ഫ്രീ. ഓക്കെ മെർലിൻ, സോ we will contact with you later. Okay. Thank you, sir. Okay, okay, very good, very good, very good. Yes. Then who is coming? Yes. Nancyക്ക് പങ്കെടുക്കണമെന്നുണ്ടോ ഇന്റർവ്യൂല്? ഞാനാണ് അനുല. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് ഇനി ചോദിക്കാം. ഡാൻസിനോട് ചോദിക്കണം. നമ്മൾ 5 പേര് അവിടെ നിൽക്കട്ടെ. അതുമല്ല, എങ്ങനെയുണ്ടായിരുന്നു 2, 4, 6, 8 പേരുടെ പെർഫോമൻസ്? ഡാൻസി, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് പെർഫോമൻസ് ഓഫ് കല്യാണി, പ്രസീത, നന്ദിനി, ആൻഷി, തൻസില, ശോധിലക്ഷ്മി ആൻഡ് മല്ലി? 7 പേരുള്ളൂ. All members are very interesting and very talented person, I think. Yes, very because good, very good. He's learned from all many experience. Yes. I think the Tamil Malayali Nandini is saying, sir, a lot of experience. Yes. She's smart. Then all contestants very smart, sir. It's my opinion. Yes. Any other team crew members, what else, sir? I don't know. Yes. Okay, okay, very good, very good. Harita, how do you feel? 5 പേരെ സെലക്ട് ചെയ്യാൻ നമുക്ക് അവിടെ നിർത്തട്ടെ. മറിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കല്യാണി, പ്രസീത, നന്ദിനി, ആൻഷി, തൻസില, ശോധിലക്ഷ്മി, മെർലിൻ, ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓൾ കണ്ടസ്റ്റന്റ് വെരി സ്മാർട്ട്, വെരി ഗുഡ് ആയിരുന്നു സാർ. അവരെല്ലാവരും നല്ലൊരു ഇതായിരുന്നു. ആൻഡ് നന്ദിനി ഈസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നന്ദിനിയുടേത്. സ്പീക്കിംഗ് എല്ലാം വെരി ഗുഡ് ആയിരുന്നു. ബാക്കി എല്ലാവരും ഓൾ ഗുഡ് ആയിരുന്നു സാർ. ഓൾ സ്മാർട്ട്നെസ് ഗുഡ് ആയിരുന്നു സാർ. ഓൾ വെരി സ്മാർട്ട് ആയിരുന്നു. Yes, very good, very good, very good, very good. Then Sharanya, what is your opinion? Sharanya, you? Sharanya, അഭിപ്രായം എന്താണ്? Hello. Yes, continue. പറഞ്ഞോളൂ Sharanya. Sir, is it clear? Yes, okay, clear. All contestants are very good. I am also learned something for that person, because all the people are well prepared for this interview. And, Nandini always tells his personal confidence, just like just like that. Her personal things and her personal confidence for this interview, how to attend an interview or how to perform and how he's performed earlier. And also Kalyani, Prasida and all the girls are so much good in her interview. I like it, everyone. Yes, okay. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഹരിതയും അതുപോലെ താൻസിയും ദെൻ ശരണ്യയും ഈ എല്ലാ കണ്ടസ്റ്റന്റും ഒരേപോലെ മികവുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ആരെ കളയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 7 പേരെയും നമ്മൾ പരിഗണിക്കാനായിട്ട് എന്ത് എന്ന രീതിയിൽ തീരുമാനിക്കണം. യെസ്, ഇതിനകത്ത് ആരെയും കളയാനില്ല. ഹോസ്പിറ്റലിലെ 7 രീതിയിൽ ഇവർ ബെറ്റർ ആയിരുന്നില്ല. ഇവരെല്ലാവരെയും നമ്മൾ ഡാൻസിനായിട്ട് ട്രൈ ടു അപ്പോയിന്റ് ഓൺ. ഇത് നിങ്ങളോട് പറയുന്നത്. യെസ്, ഇനി പറയട്ടെ, വളരെ നല്ല രീതിയിലൊക്കെ നിങ്ങൾ പെർഫോം ചെയ്തു.
അത് വളരെ നല്ല പെർഫോമൻസ് ഒന്നുകൂടിയൊക്കെ മെച്ചപ്പെടാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. യെസ്. പിന്നെ ഇതിനകത്ത് ഒരാൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം, ഓക്കെ നന്ദിനി, ജോലി കിട്ടിയാൽ ഹൗ ഡു ഐ ട്രീറ്റ് യുവർ ഹോസ്പിറ്റൽ, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അത് എനിക്ക് തോന്നുന്നു ശിവലക്ഷ്മിയാണ് ഇഫ് ഐ ആം അപ്പോയിന്റഡ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞത്. യെസ്, ഓക്കെ. പിന്നെ അതുപോലെ നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ട്. യെസ്, എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. യു ഹാവ് ഡൺ. പിന്നെ ഇതിനകത്ത് കറക്റ്റ് ഒരു ഇത് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. അപ്പൊ താങ്ക്സ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചപ്പോ അല്ലെങ്കിൽ അവിടെ മറുപടി പറയുമ്പോൾ പലതും ലാഗ് ചെയ്തു. ലാഗ് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ, മറ്റത് അയാൾ പ്രിപ്പയർഡ് ആണ്, നമുക്ക് പറയാൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ എപ്പോഴും മറ്റത് കൂടി നമ്മൾ വിചാരിച്ചില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, ഇതങ്ങനെ കയറി കഴിയുമ്പോൾ അടുത്തൊരു ചോദ്യം പിന്നെ വരും. യെസ്, ആ ചോദ്യം വന്ന് കഴിയുമ്പോൾ ആ ചോദ്യത്തിനും കൂടി ഞാൻ മറുപടി പറയാം. അപ്പൊ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ അത് നമ്മൾ പറയാത്തതുകൊണ്ടാണ് ആ ഒരു വശം ശ്രദ്ധിക്കേണ്ടത്. അതും കൂടി എപ്പോഴും വി ഷുഡ് ബി പ്രിപ്പയർഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അത് കറക്റ്റ് അല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? അത് തന്നെ. യെസ്, ഓക്കെ. പ്രസന്റ് ചോദ്യം വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണ്ടേ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ പിന്നെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആളുകളുടെ ചോദ്യങ്ങളും വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് നമുക്കുണ്ടാവും, ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ് നമുക്കുണ്ടാവും. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പറായിട്ട് പറയണം. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി നിങ്ങൾ എഴുതി തയ്യാറാക്കി റെഡി ആയിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, അതിനെക്കുറിച്ച് കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ. അപ്പൊ നല്ല ഫ്ലുവന്റ് ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ അതേ സ്പീഡിൽ അത് നിങ്ങൾ വരും. യെസ്, അപ്പോ അത് കുറച്ചുകൂടി ബെറ്റർ ആവും. യെസ്. അപ്പോ ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നേരത്തെ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ 15 മിനിറ്റ് ഉള്ളല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്തതിനോട് കിടക്കുന്നില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളുടെ മറുപടി പറയാം. മറുപടി പറയണ്ട, ടൈപ്പ് ചെയ്താൽ മതി. കാരണം ആദ്യം ടൈപ്പ് ചെയ്യുന്ന 3 പേർക്ക് ഞാൻ ഫസ്റ്റ് കൊടുക്കണം. 3 പേരുടെ ഉത്തരം ഞാനിവിടെ രേഖപ്പെടുത്തും. ആദ്യം ടൈപ്പ് ചെയ്യുന്ന 3 പേരുടെ കേട്ടോ. അപ്പോ ടൈപ്പ് ചെയ്താൽ മതി, പറയണ്ട. ഞാൻ സിമ്പിൾ ആയ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ഒരു ഇന്റലിജൻസ് കൂടി നോക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആദ്യത്തെ 3 പേര്. അപ്പൊ ആദ്യത്തെ 3 പേര് ആരൊക്കെ എന്നുള്ള കാര്യം താൻസി കൂടി ശ്രദ്ധിച്ചോളാം. ചിലപ്പോ എന്റെ കാൽക്കുലേഷൻ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഓൾ യുവർ ആൻസേഴ്സ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ബി. നിങ്ങൾ പറയുന്ന ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ബി എന്നായിരിക്കണം. ബോയ്സ് ബി എന്ന് പറഞ്ഞ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യും. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാൻ ഇതിന്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എനിക്ക് പറയുന്നതും പിടികിട്ടിയില്ല. അപ്പൊ അതും അറിയാൻ പറ്റും. പിന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ ദിവസവും ഓരോ പുതിയ വാക്ക് നമ്മൾ പഠിക്കുമെന്ന്. യെസ്, അന്ന് തമ്പൊക്കെ വിട്ടിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും നിങ്ങളുടെ പുതിയ വാക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഐ go to the question. The question is this: the structure, structure, the structure built across the river. The structure built across the river. Sharanya, നന്ദിനി, അജന്യ. അപ്പോ ശരണ്യ, നന്ദിനി, അജന്യ കേട്ടോ. ഇത്രയും പേർക്ക് ഞാൻ ഓരോ പോയിന്റ് വെച്ച് കൊടുക്കുന്നു കേട്ടോ. 1 പോയിന്റ് വരും. ഞാൻ പറയുന്നത് 3 പേര്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പൊ പിടികിട്ടിയാലോ? ഇതാണ് മെത്തേഡ്. യെസ്. അടുത്തത് എ. ഞാൻ ഒരു ഇംഗ്ലീഷ് മീനിങ് പറയണം, അതിന്റെ 1 വേർഡ് നിങ്ങൾ പറയണം. എ kind of clothing.
a kind of clothing, clothing, that keeps you warm. Nandini, B തുടങ്ങണം. That keeps you warm, WARM, warm. A kind of clothing that keeps you warm. സേതുലക്ഷ്മി ഒന്നുകൂടി റെഡി ആയിരുന്നു. വേറെ കറക്റ്റ് വേൾഡ് ബ്രീസ് കാറ്റാണ്. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്, CLOTHING, ക്ലോത്തിങ് that keeps you warm, WARM, warm. തസ്മി അതല്ല, നിങ്ങൾ എത്ര അടുത്തോട് വരുന്നതല്ല, മഴക്കാലമൊക്കെ ചിന്തിക്കും, അപ്പൊ അത് കറക്റ്റ് ഓർമ്മ വരും. യെസ്, സേതുലക്ഷ്മി, തസ്നി, പ്രസീത. സേതുലക്ഷ്മി, തസ്നി, താൻസി അല്ലേ? താൻസി, ഓക്കെ. താൻസി ആൻഡ് പ്രസീത. ഓക്കെ, എല്ലാവർക്കും ഓരോ പോയിന്റ് ഉണ്ട്. യെസ്, ബ്ലാങ്കറ്റ് ആണ് കറക്റ്റ് ആൻസർ. ബ്ലാങ്കറ്റ്. നോക്കി ചോദ്യം ഒന്നുകൂടി പറയും. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്, ഒരു ഡ്രസ്സ് ദാറ്റ് കീപ്സ് യു വാം, നിങ്ങൾക്ക് ചൂട് നിലനിർത്തുന്ന ഒരു ഡ്രസ്സ് ഏതാണ്? അതേതാണ്? ബ്ലാങ്കറ്റ്. യെസ്, ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. അനദർ വേർഡ് ഫോർ സ്റ്റാർട്ട്, START, സ്റ്റാർട്ട്. സിമ്പിൾ അല്ലേ? ശരണ്യ, സേതുലക്ഷ്മി, നന്ദിനി. ശരണ്യ നേരത്തെ വന്നതല്ലേ? ശരണ്യ, സേതുലക്ഷ്മി ആൻഡ് നന്ദിനി. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. ബിഗിനിങ്. വെരി ഗുഡ്. ഓക്കെ. അജിന്യ കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്, CAKE. The process of making cake. Seyedulakshmi, Sharanya, Merlin. Seyedulakshmi, Sharanya and Merlin. Correct, no? Yes, the answer is baking. Yes, very good. അടുത്ത ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം, ആ ചോദ്യത്തിന്റെ ആൻസർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബീര് തുടങ്ങിയല്ലേ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പറയാം എന്ന് വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് പറയരുത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യത്തിൽ കിടക്കും. ചോദ്യം ഇതാണ്. ദ മീൽ, MEAL, meal of the day. The meal of the day. Yes, Nandini, Sharanya, Merlin. Nandini, Sharanya and Merlin. Correct answer. BREVCH. Late ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ്. നമുക്കിപ്പോ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു 11:30 ആവുന്ന ഭക്ഷണം കഴിക്കും, രണ്ടും കൂടിയിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ കൂടിയിട്ട് ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അതാണത്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിബ്ലിംഗ്, അത്രയുള്ള ചോദ്യം. നന്ദിനി, താൻസിലി, സേതുലക്ഷ്മി. നന്ദിനി, താൻസിലി ആൻഡ് സേതുലക്ഷ്മി. കറക്റ്റ് ആൻസർ ആണ്. ബ്രദറും സിസ്റ്ററും വരും. അപ്പൊ അതിനകത്ത് ബീൽ ആരംഭിക്കുമ്പോ ബ്രദർ. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഇനി ഞാനൊരു എക്സ്പ്ലനേഷൻ പോലെ കാര്യം പറയുന്നത്. എന്താണ് ഐറ്റം നിങ്ങൾ പറയാം, അതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. wear it, WEAR, wear it across your waist, WAIST. Nandini, Nancy, Persina. Nandini, Nancy,
ഫർസാന അല്ലേ? ഫർസാനയാണ് പേര്. ഫർസാന അല്ലെ? യെസ് യെസ്. ഫർസാന നേരത്തെ വന്നിട്ടില്ല അല്ലെ? ജോയിൻ ചെയ്യാൻ പറ്റിയ ഇടയ്ക്ക് മിസ്സായി പോയി. യെസ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ. ദ ആൻസർ ഈസ് ബെൽറ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഡൾ, DULL, ഡൾ. ഫർസാന. ഓ, ഫർസാനയുടെ കീഴിൽ വന്ന് രണ്ടുപേരെ പേര് കിട്ടിയിട്ടില്ല. ഫർസാന കിട്ടി. അതിന്റെ ഇടയ്ക്ക് ഒരു ബോൾഡ് വന്നപ്പോ കോൺസെൻട്രേഷൻ പോയി. പിന്നെ ആരൊക്കെ രണ്ടുപേര്? യെസ്. അപ്പൊ ഡാൻസിങ് കിട്ടിയിട്ടില്ല അല്ലെ? ഇല്ല, ഫർസാനയ്ക്ക് അപ്പുറം ബോൾഡ് എന്ന് എഴുതിയത് ആരുമില്ല, എല്ലാരും ബ്രൈറ്റ് എഴുതിയേക്കുന്നേ. നന്ദിനി. ഫർസാനയുടെ മുകളിൽ രണ്ടുപേരുടെ താഴെ രണ്ടുപേരും പെട്ടെന്ന് വന്നവരുടെ പേര് കിട്ടിയില്ല. നന്ദിനി. നന്ദിനി. പിന്നെ നന്ദിനി. ശ്വേത. ശ്വേത. ലക്ഷ്മി അല്ലേ? ശ്വേത. യെസ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് ഒരു ലെങ്ത് ആണ്, ശ്രദ്ധിച്ചാൽ മതി. എ ചെസ് പീസ്, CHESS, ചെസ് പീസ്, PIECE, പീസ്, ചെസ് പീസ് that moves diagonally. A chess piece that moves diagonally. Chess എന്ന് പറഞ്ഞാൽ ചെസ് കളിയല്ലേ? A chess piece that moves diagonally. A chess piece. Chess means ചെസ് കളിയിലെ ആ ചെസ് ആണ്. That moves diagonally. ചെസ് കളിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ. ആരും പറയാൻ വൈകുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, ഇതിന്റെ അകത്ത് ചെസ്സിൽ ഉപയോഗിക്കുന്ന ഒരു കരുവില്ലേ, അതിനെ പറയുന്ന പേരാണ്. യെസ്. ഫർസാന. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഫർസാന. യെസ്. ഫർസാന മാത്രം. ഫർസാന, നന്ദിനി, മെറിൻ. ഫർസാന, നന്ദിനി ആൻഡ് മെറിൻ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ്. ബിഷപ്പ് ഡയഗണലായിട്ട് മൂവ് ചെയ്യണം, കോളോട് കോൾ. അത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ ഒരു കരുവാണ്. അതാണ് ബിഷപ്പ്. ബി തുടങ്ങും. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്, ഒറ്റൊരു പേരാണ്. ഫേഷ്യൽ, FACIAL, ഫേഷ്യൽ ഹെയർ, HAIR, ഹെയർ. ഫേഷ്യൽ ഹെയർ. നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിച്ചെടുക്കും. നന്ദിനി, ഡാൻസി, തസീല. നന്ദിനി, ഡാൻസി, തസീല. പിന്നെ ഡാൻസി ഉണ്ടായില്ലേ? അടുത്തുള്ളത് തസീല കൂടാതെ ഡാൻസി അല്ലേ? ഡാൻസി അല്ലേ? ഒന്ന് പിന്നെ മെർലിൻ. മെർലിൻ. യെസ്. സുഹറ. ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുക. ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല, ചോദ്യങ്ങൾ ഇനി ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ കിട്ടിയ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡാൻസിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രസീദക്ക് കിട്ടിയിട്ടുണ്ട് 1 പോയിന്റ്. അജന്യ വാങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫർസാനക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. മെർലിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസിക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശരണ്യക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഈ 4 പോയിന്റ് കിട്ടിയവരെല്ലാവരും വെങ്കല മെഡൽ നേടിയ ആൾക്കാരാണ്. ഇനി നമ്മുടെ സേതുലക്ഷ്മിക്ക് റണ്ണറപ്പ് ആയിട്ടുണ്ട്, 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നന്ദിനിക്കാണ് ടോപ്പ് സ്കോറർ. നന്ദിനിക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ്. മാർക്ക് കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും കിട്ടാതിരുന്നവർക്കും ഒരുപോലെ അഭിനന്ദനം. കാരണം ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വേഗത കുറവുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരികയില്ല. അത് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുള്ളതിന്റെ ഒരു കാരണമല്ല. പിന്നെ ഞാൻ ഈ രേഖപ്പെടുത്തിയപ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് അങ്ങനെ കിടക്കാൻ വിട്ടുപോയിട്ടുണ്ടാവാം. അതും ഒരു കുഴപ്പമായിട്ട് കാണേണ്ട. ഇത് ഒരു ഫണ്ണായിട്ട് നിങ്ങൾ കണ്ടെച്ചുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇടക്കിടക്കൊക്കെ ഞാൻ ഇതേപോലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ യെസ് നിങ്ങൾ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Okay. Thank you, sir. Thank you, Okay, sir. okay.